പ്രവാചകന്മാരുടെ മുന്നിലും പോകും. ആദൻ നബിയുടെ മുന്നിൽ പോകുമ്പോൾ ആദൻ നബി ഞാൻ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നല്ല പറയുന്നത്. മക്കളെ, എൻ്റെ കാര്യം തന്നെ വലിയ കഷ്ടത്തില്ല. ദോ ഇരിക്കുന്നു 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബി പൊക്കോ. അവിടെ ചെല്ലുമ്പോൾ നൂഹ് നബി പറയും എൻ്റെ കാര്യം പറ്റൂല, ഞാൻ തന്നെ പേടിയില്ല. ദോ ഇരിക്കുന്നു മൂസാ നബി. മൂസാ നബിയുടെ ചാരത്തിൽ മൂസാ നബി പറയും ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് എനിക്ക് തന്നെ എന്നറിയില്ല. ഇതായിരിക്കുന്ന ഇബ്രാഹിം നബി. ഇബ്രാഹിം നബിയുടെ ചാരത്ത് ചൊല്ലും. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും തട്ടി അവസാനം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെത്തും. അപ്പോൾ പ്രവാചകൻ എല്ലാവരും കൂടെ വന്ന് അവിടെ നിന്ന് പറയുമ്പോൾ നേരെ അള്ളാഹുടെ മുന്നിൽ പോയിട്ട് അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ പോയിട്ട് സുജൂദി കിടക്കും. കാര്യം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അതാ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാ പണ്ടുള്ളവരെന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ ഓടി വന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അള്ളാഹുടെ മുന്നിൽ സുജൂദ് ചെയ്യല. അള്ളാഹിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. എൻ്റെ പ്രിയപ്പെട്ട, അപ്പോൾ സുജൂദിൽ ഇങ്ങനെ കടക്ക. നബിയെ എഴുന്നേക്ക്, വിചാരണ ചെയ്യാൻ സമയമായി. എഴുന്നേക്ക് വിചാരണ ചെയ്യട്ടെ. ഇല്ല അല്ലാ, ഞാൻ എഴുന്നേക്കില്ല പടച്ചവനെ. അള്ളാഹുവെ ഞാൻ എഴുന്നേക്കില്ല അല്ലാ, എൻ്റെ ഉമ്മത്തിന് ആരുമില്ല അല്ലാ, ഞാനേ ഉള്ളൂ പടച്ചവനെ. ഇവരുടെ കാര്യത്തിലൊരു തീരുമാനം വേണം. അവസാനം അല്ല പറയും നീ എഴുന്നേക്ക്, ഇഷ്ടമുള്ളവർക്ക് സ്വർഗം വാങ്ങിച്ചു കൊടുത്തോ. ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുക്കും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് ഷഫാഅത്ത് ചെയ്യാനുള്ള അർഹത അള്ളാഹു കൊടുക്കും. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഫാഅത്ത് ചെയ്യുന്നത്? ഒന്ന്, മഹ്ശറയിൽ വെച്ച് വിചാരണ ചെയ്യാൻ തീരുമാനമെടുക്കുന്നതിനായിട്ടുള്ള ഷഫാഅത്ത്. അപ്പം അവിടെ വെച്ചുകൊണ്ട് അതാണ് ഷഫാഅത്തുൽ കുബ്ര. അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അവിടെ നിന്ന് ഷഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് കടത്തിവിടാനുള്ള ഒരു അവകാശം അള്ളാഹു കൊടുക്കും. 2, സ്വർഗപ്രവേശനം ലഭിച്ചവർക്ക് സ്വർഗത്തിൽ കടക്കുവാനുള്ള ഷഫാഅത്ത്. പല രീതിയിലാണ് ഷഫാഅത്ത് ഉള്ളത്. ഒന്ന് വലിയ ഷഫാഅത്ത്, അള്ളാഹു ആ മുത്തുനബിയുടെ ഷഫാഅത്ത് കിട്ടുന്നവർ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു പെടുത്തുമാറാകട്ടെ. പറ 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു ഈ മൈക്ക് മാറാൻ സമയമായിട്ടാ. ഇത് തറയിൽ വീണതാണെന്ന് തോന്നുന്നു. ഇത് ഒരു സൈഡ് ചളങ്ങിയിട്ടില്ലേ? മനുഷ്യന്മാർ തന്നെ വീണാ പോകുന്നു, പിന്നല്ലേ ഒരു മൈക്ക്. ശരി, അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിയ ബാബൽ ജന്നതി യൗമൽ ഖിയാമ فأستفتح فيقول الخازن من أنت فأقول محمد فيقول بك أمرت لا أفتح لأحد قبلك. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിന്റെ വാതിലിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. സ്വർഗത്തിന്റെ മുന്നിലേക്ക് ആദ്യമായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നു ചെന്നിട്ട് സ്വർഗത്തിന്റെ കവാടത്തിൽ ഇങ്ങനെ മുട്ടുകയാണ്. സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ ഇങ്ങനെ വിളിക്കുമ്പോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാണ്, ആരാണ് സ്വർഗത്തിന്റെ കവാടത്തിൽ മുട്ടുന്നത്? ആരാണെന്ന് ചോദിക്കുമ്പോ റസൂലുള്ളാഹി പറയുകയാ, അന മുഹമ്മദ്, ഞാൻ മുഹമ്മദാണ്. അപ്പോഴാണ് റിദ്വാൻ എന്ന് പറയുന്ന മലക്ക് പറയുന്നത്, എന്ന് പറയുന്ന മലക്ക് പറയുകയാണ്, താങ്കൾക്ക് മുമ്പ് ആർക്ക് വേണ്ടിയും ഇത് തുറക്കപ്പെട്ടിട്ടില്ല. അല്ലാഹുവേ, സ്വർഗത്തിന്റെ കവാടം അങ്ങ് തുറന്നു കൊടുക്കുകയാ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വർഗത്തിന്റെ അകത്തേക്ക് കടക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, ശഫാഅത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഫയുഖാലു യാ മുഹമ്മദ് അദ്ഖിലിൽ ജന്ന,
മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന വഹും ശുറകാഉൻ നാസ് ഫീമാ സിവാ ദാലിക മിനൽ അബ്വാബ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഓ മുഹമ്മദ്, താങ്കളുടെ ഉമ്മത്തുകളിൽ ആരുടെ മേലിലാണോ വിചാരണയില്ലാത്തത് അവരെ സ്വർഗ കവാടങ്ങളിൽ നിന്ന് വലതുഭാഗത്തുള്ള കവാടങ്ങളിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലാഹുവിൻ്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ശഫാഅത്ത് ചെയ്യാനുള്ള അർഹത കൊടുത്തു കഴിയുമ്പോ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിക്കുകയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ആ സമയത്ത് പറയുന്നു, ഇന്ന വാതിലിലൂടെ അവരെ മുഴുവനും സ്വർഗത്തിലേക്ക് കടന്നോ. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെ സ്വർഗത്തിൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മൂന്നാമത്തെ വിഭാഗം സ്വർഗത്തിലേക്ക് കടന്നു. പിന്നെ ഒരു ശഫാഅത്തുണ്ട്. നരകത്തിൽ പ്രവേശിക്കേണ്ട ചിലരെ അതിൽ പ്രവേശിപ്പിക്കാതെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത്. അല്ലാഹുവേ, നരകത്തിൻ്റെ അവകാശികളാണ്. അല്ലാഹു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ശഫാഅതി ലഅഹ്ലിൽ ഖബായിരി മിൻ ഉമ്മതി. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എൻ്റെ സമുദായത്തിലെ വൻദോഷികൾക്കുള്ളതാണ് എൻ്റെ ശഫാഅത്ത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്. പടച്ചവനെ, കുറ്റബോധമുണ്ടായിരുന്നു. ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ കുറിച്ച് സങ്കടമുണ്ടായിരുന്നു. അങ്ങനെ പാപം ചെയ്തവർക്കുള്ള ഒരു ശഫാഅത്തുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അഞ്ചാമത്തെ ശഫാഅത്ത് ഏതെന്നറിയുമോ? നരകത്തിൻ്റെ അകത്ത് പെട്ടുപോയവരെ രക്ഷപ്പെടുത്തല്. അല്ലാഹുവിൻ്റെ ഭയാനകമായ നരകത്തിൻ്റെ അകത്ത് പെട്ടുപോയവരുണ്ട്. അതിനകത്ത് കടന്ന് ശിക്ഷ അനുഭവിക്കുന്നവരുണ്ട്. അവർ അല്ലാഹുവിൻ്റെ റസൂൽ സ്വർഗത്തിലേക്ക് കടത്തുകയാ. അങ്ങനെയും ശഫാഅത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ നരകത്തിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുന്ന ശഫാഅത്ത്. ആറാമത്തെ ശഫാഅത്ത് എന്തെന്നറിയുമോ? നരകത്തിൻ്റെ അകത്ത് കടന്ന് ശിക്ഷ അനുഭവിക്കുന്നവരോട് അവരുടെ ശിക്ഷ നീയൊന്ന് ലഘൂകരിച്ചു കൊടുക്കണേ അല്ലാ. അങ്ങനെ ഒരു ശഫാഅത്തുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവര്, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അല്ലാഹുവിൻ്റെ പ്രവാചകന് അവിടെ ഒരുപാട് രീതിയിൽ റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുത്തുനബിയുടെ മഹത്വമാണ്, മുത്തുനബിയുടെ മഹത്വമാണ് ഈ ഹദീസിലൂടെ ഞാനും നിങ്ങളും പഠിക്കുന്നത്. പക്ഷേ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ആ പ്രവാചകൻ ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ. ആ പ്രവാചകനോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നില്ലല്ലോ. അതുകൊണ്ട് മുസ്ലിമേ, ആ പ്രവാചകനോടുള്ള സ്നേഹം എന്തെന്നറിയുമോ? ആ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കലാ. ആ പ്രവാചകൻ ആരാണെന്ന് പഠിക്കണം. ആ പ്രവാചകന്റെ ജീവിതം എന്താണെന്ന് പഠിക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പ്രവാചകൻ എനിക്കും നിങ്ങൾക്കും കാണിച്ചു തന്നിട്ടുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറായാൽ അത് ചെറുതോ വലുതോ എന്ന് നോട്ടമില്ല. ആ പ്രവാചകനോടുള്ള ഏറ്റവും വലിയ മഹബത്തിന്റെ അടയാളം മുത്തുനബിയെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലാഹു ആ സ്നേഹം നിലനിർത്തി തരുമാറാകട്ടെ.